ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ഒരു ബിബ്ലിക്കലായിട്ടുള്ളൊരു കാര്യം പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ തീരുമാനങ്ങളും ഒന്നും നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയും ആയിരിക്കത്തില്ല. സംഭവിച്ചു കഴിയുമ്പോൾ കർത്താവ് എന്താണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയായിരിക്കും കണ്ടുവരുന്നത്. എന്നാൽ കർത്താവ് വന്നിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കർത്താവ് മുന്നമേ എല്ലാം കണ്ടിരിക്കുന്നു. നമ്മൾക്ക് അറിയാവുന്ന പോലെ അല്ലല്ലോ. നമ്മളെ ദൈവം ശരിയായ രീതിയിൽ നടത്തി ദൈവഭക്തി എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്ന് നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമാണ്. അതിൽ ചില കാര്യങ്ങൾ മാത്രമെങ്കിലും പാലിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജെയിംസിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നുവെന്ന്. അപ്പോൾ നമ്മൾ കളങ്കം പറ്റാതെ, ഈ ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് ഒരു ദൈവിക കൽപ്പനയാണ്. അതുപോലെ അനാഥരെയും വിധവമാരെയും നമ്മൾ കരുതണം എന്നുള്ളതും നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. എങ്കിലും പലപ്പോഴും അത് സാധിക്കാതെ വരുന്നു, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കാത്തതായിട്ടുമൊക്കെ കാണാറുണ്ട്. നമ്മളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു തെറ്റ് തന്നെയായിട്ട് ദൈവം കണക്കാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബൈബിളിൽ നമ്മൾ പല വ്യക്തികളെക്കുറിച്ചും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ വളരെയധികം എടുത്തു പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് ദൈവവുമായിട്ട് അത്രമാത്രം ഒരു ഫ്രണ്ടെന്ന പോലെ സംസാരിക്കുകയും ദൈവം പറയുന്നതെല്ലാം അതേപോലെ അനുസരിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമാണല്ലോ. ദൈവത്തിൻ്റെ കരുണയാലും കൃപയാലും ദൈവം വിളിച്ച് വേർതിരിച്ച നാൾ മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അവനോട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനായിട്ട് പറയുന്നു. അങ്ങനെ എവിടേക്കെന്നറിയാതെ അബ്രഹാം യാത്ര തിരിച്ചു. എങ്കിലും ദൈവം അബ്രഹാമിനെ ഒരിക്കലും കൈവിട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. അവനെ വളരെ സമ്പന്നനാക്കി. അതുപോലെ തന്നെ അബ്രഹാം ജാതികളുടെ പിതാവായി മാറ്റപ്പെട്ടു. എന്നാൽ അതിൻ്റെയൊക്കെയും മുൻപിൽ നമുക്കറിയാം അബ്രഹാമിനും പലവിധമായ പരീക്ഷണങ്ങൾ, അതായത് പറഞ്ഞാൽ ടെസ്റ്റിംഗ് എന്ന് പറയാം, ടെസ്റ്റിങ്ങുകളൊക്കെയും നേരിടേണ്ടതായി വന്നതായിട്ട് നമുക്കറിയാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ, അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന് മക്കളുണ്ടായിരുന്നില്ല. അവസാനം 100-ാമത്തെ വർഷത്തിലാണ് ഒരു മകനുണ്ടാകുന്നത്. ഏകദേശം 25 വർഷക്കാലം ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരു മകന് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തെ അത്രമാത്രം അനുസരിച്ചിരുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ മകന് ഇസ്ഹാക്ക്. ആ ഇസ്ഹാക്കിന് തന്നെ ദൈവത്തിന് ഹോമയാഗമായിട്ട് അർപ്പിക്കുവാനായിട്ട് ദൈവം പറയുമ്പോൾ അതിനെ പോലും ക്വസ്റ്റ്യൻ ചെയ്യാതെ അതേപോലെ തന്നെ അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെയാണ് നമ്മൾ കാണുന്നത്. അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റു എന്ന് നമ്മൾ വായിക്കുന്നത്. അതായത് എഴുന്നേറ്റിട്ട് മകനെയും വേലക്കാരെയും കൂട്ടിയിട്ട് മോറിയ മലയിലേക്ക് യാത്ര പോകുന്നതൊക്കെ നമുക്കറിയാം. അത് കഴുതയ്ക്ക് കോപ്പിട്ട് എല്ലാം ഒരുക്കി ഇവൻ സാറയോട് പോലും പറയാതെയാണ് പോകുന്നതെന്നാണ് ബൈബിളിൽ. അങ്ങനെ സാറയോട് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. 2 ദാസന്മാരെയും കൂട്ടി പോയി ഏകദേശം മോറിയ മല അടുത്ത് കഴിഞ്ഞപ്പോൾ അവർ 2 പേരെയും താഴെ നിർത്തിയിട്ട്
ഹോമയാഗത്തിനുള്ള വിറകും എല്ലാം എടുത്ത് കത്തിയും തീയും ഒക്കെ ആയിട്ട് മോറിയ മലയിലേക്ക് ഇസ്ഹാക്കിനെ കൂട്ടി പോകുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഹോമയാഗത്തിനുള്ള വിറകും തീയെല്ലാം ഉണ്ടല്ലോ, എന്നാൽ അതിനുള്ള ആട് എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അബ്രഹാം പറയുന്നത് മകനെ ദൈവം കരുതിക്കൊള്ളുമെന്നാണ്. യഹോവ കരുതിക്കൊള്ളുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കറിയാം ആ ബാലനെ ബലി കഴിക്കാനായിട്ട് പോയ ആ പിതാവിൻ്റെ മനസ്സിൽ ഭാരവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും പരാതി പറയുകയോ അല്ലെ ദൈവത്തോട് അതിനെക്കുറിച്ചൊന്നും കംപ്ലൈൻ്റായിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്നോട് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ദൈവം പറഞ്ഞതിനെ അതേപടി അനുസരിക്കുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളുടെ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അനുസരണം ബലിയേക്കാളും എത്രയോ മഹത്വകരമായിട്ടൊരു കാര്യമായിട്ട് അബ്രഹാമിനെ തൻ്റെ മകനെ ദൈവം തിരികെ കൊടുത്തതെന്ന് നമുക്കറിയാം എങ്ങനെയാണെന്ന്. കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ആട് അവിടെ കുടുങ്ങിക്കിടക്കുകയും അതിനെ എടുത്തു കൊണ്ടുവന്ന് ബലി കഴിച്ച് ദൈവത്തിന് അർപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ തൻ്റെ മകനെ വീണ്ടുകൊണ്ട് ഇസ്ഹാക്ക് തൻ്റെ മകനെ തലമുറകളെ പിന്നീട് ദൈവം നൽകി. അബ്രഹാം സമാധാനത്തോടെ മകനെയും കൂട്ടി തിരികെ പോകുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഇങ്ങനെ ഏറ്റവും അധികം വിശ്വസിച്ച് ദൈവത്തോട് കൂടെ നടന്നിട്ട് പോലും അബ്രഹാം തന്നെ ദൈവത്തെ എത്രമാത്രം അനുസരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അവനോട് സ്നേഹമുണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് അറിയാനായിട്ടാണ് കർത്താവ് പിതാവായ ദൈവം അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് സാധാരണ നമുക്ക് ടെസ്റ്റിങ് വരാറുണ്ട്. ജീവിതത്തിൽ പലർക്കും പലതരത്തിലായിരിക്കും. പരീക്ഷണങ്ങളും വരും, ടെസ്റ്റിങ്ങുകളും വരും. അതിൽ പരീക്ഷകൾ വരുന്നത് സാത്താൻ്റെ പ്രവർത്തനമാണ്. അവന് എപ്പോഴും നമ്മളെ പരീക്ഷയിലേക്ക് തള്ളിയിടണമെന്നാണ് ആഗ്രഹം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്ന്. എന്നാൽ കർത്താവ് എപ്പോഴും ടെസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ആ ടെസ്റ്റിനും പരീക്ഷയ്ക്കും വ്യത്യാസമുണ്ട്. അത് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ദൈവം നീക്കുപോക്കും കൂടെ ഒരുക്കിയിട്ടേ നമ്മളോട് അതിൻ്റെ കാര്യം ചെയ്യാൻ പറയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യം കടന്നു വരത്തുള്ളൂ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒന്നല്ല വേറൊന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കടന്നു വരും. അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായെന്ന് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ വീണു പോകുന്ന അവസ്ഥയുണ്ടായെന്ന് വരാം. അപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ വലിയ കരം, അവൻ്റെ ആ കരുതിക്കൊള്ളുന്ന കരം, യഹോവ ഈരെ, അവൻ കരുതുന്നവനാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അവൻ അതിന് മതിയായവനാണെന്ന് നമ്മളുടെ മനസ്സിലാക്കണം. കർത്താവിനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക, അവനിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.